ഹസ്ബൻഡിന് കൊടുത്തുവിടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന അവല വിളയിച്ചു കൊടുത്തുവിടാൻ വേണ്ടി. എനിക്ക് ഇവിടെ 100 നിൽക്കുമല്ലേ, ഒട്ടും സമയമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്തില്ല. ഒരു പാക്കറ്റ് വാങ്ങിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു മാമിച്ചേരത്തിയുടെ അവിടെ നിന്ന്. ഇതാ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും എടുത്ത് ഇവിടെ ഇങ്ങനെ ഈ കൗണ്ടർ ടോപ്പിൽ വെക്കും, തിരിച്ചുകൊണ്ട് പിന്നെ ഇവിടെ വയ്ക്കും. അങ്ങനെ ഇന്ന് എനിക്ക് തോന്നി എന്തായാലും ഇത് ചെയ്തിട്ടേ ഉള്ളെന്ന്. അപ്പോൾ ഞാൻ ശർക്കര പാനി ഒരുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ അവല് നമ്മൾ ഇതിനകത്തൊന്ന് ഓട്ടുവറ വറക്കണം. നെയ്യൊന്നും ഒഴിക്കല്ല, ചുമ്മാ ഓട്ടുവറ വൃത്തിയാക്കി അവല് മുറത്തിലിട്ടൊന്ന് വൃത്തിയാക്കി ഇതിനകത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഓട്ടുവറ വറക്കണം. അതൊന്ന് ചെയ്തെടുക്കട്ടെ. ഇവിടുത്തെ അവല് കണ്ടോ, അസൽ കുത്തരി പോലെ ഇരിക്കും കണ്ടോ, നല്ല ഗുണമുള്ള ഇത്. നല്ല നോക്കി, ചെറിയത് നമ്മുടെ അവിടെ വികസിച്ച് ഇങ്ങനെ ഒത്തിരി വലിപ്പത്തിലല്ലേ, ഇത് നല്ല ചെറുതാണ്. ഇത് കണ്ടോ, നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ആ ഡിമാർട്ടില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ച 1/2 കിലോ പോഹ റെഡ്. പിന്നെ 60 രൂപയാണ് 1/2 കിലോയ്ക്ക്, അല്ല 66 രൂപ. നമ്മുടെ അവിടെ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ വില നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് വെച്ചിരിക്കുക, പഞ്ചസാരയിട്ട്. പിന്നെ എള്ളുണ്ട്. നെയ്യ് തീർന്നിരിക്കുക, കുറച്ചേ ഉള്ളൂ. അതിനകത്ത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആരൻ പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ നെയ്യും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും, മെസ്സേജ് അയക്കും. വൈകുന്നേരം പുള്ളി മേടിച്ചോളും. അപ്പോൾ നമുക്ക് പിന്നീട് ശകലങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ചെയ്യട്ടെ. ഇതൊന്ന് പേറ്റി പറ്റി എടുക്കട്ടെ. നല്ലതായിട്ട് വറുത്തതാ മുറത്തിൽ ഉണക്കാനിട്ടിരിക്കുന്നു. പാനി ഇവിടെ ഇരിക്കുന്നു. ഇത് കണ്ടോ, വറുത്ത് വന്നപ്പോൾ കുത്തരി പോലായി. കഴിക്കുമ്പോൾ നല്ല തവിടുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കട്ടിയൊന്നും ആയിട്ടില്ല. നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. പാനി തണുത്ത് അവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഇതിനകത്ത് പാനി അരിച്ചൊഴിക്കണം. ഇച്ചിരി നെയ്യ് ഇട്ടിട്ട് നട്ട്സും കൂടെ വറുത്ത്, എള്ളും നട്ട്സും കൂടെ നെയ്ക്കകത്തൊന്ന് വറുത്ത് ഇതിനകത്തിട്ട്, പിന്നെ പാനി അരിച്ചൊഴിച്ച് തേങ്ങായും അതിനകത്തിട്ട് വിളയിച്ച് നമ്മുടെ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ പൊടി, ഏലക്ക, ജീരകം, ചുക്ക്, അതോടെയൊക്കെ ആവശ്യത്തിന്, അത്രയും മൊത്തം വേണ്ട, എല്ലാം കൂടി ഇട്ട് തണുത്ത് വരുന്ന ആ അവലും എല്ലാം കൂടി ഇട്ട് കുഴച്ച് തീ അങ്ങ് ഓഫ് ചെയ്യണം. പിന്നെ തീ ഉപയോഗിക്കേണ്ട കേട്ടോ. കാണിച്ചു തരാമേ. പാനി അരിച്ചൊഴിക്കട്ടെ. അല്ല, അതിന് മുമ്പ് ആദ്യമേ നെയ്ക്കകത്ത് ഇത് വറക്കട്ടെ. എന്തോ ആ നട്ട്സും എള്ളും. നട്ട്സ് ഇങ്ങനെ അങ്ങ് ഇട്ടു. അല്ലെങ്കിൽ ആരണ് നട്ട്സ് ഇഷ്ടമല്ലാത്ത കാരണം ചെറുത് കിടന്ന് അവൻ ദേഷ്യപ്പെടും. ഇതാകുമ്പം മാറ്റി വെച്ചിട്ടാണ് കഴിച്ചോളൂ. ഇനി എള്ളും കൂടെ ഇടാം. ഇവിടെ ഇല്ലാത്തൊരു സാധനം, പൊട്ടുപരിപ്പ്. ഡിമാർട്ടിലും റിലയൻസിലും എല്ലായിടത്തും തപ്പിയോടെ ഇല്ല. ചോദിച്ചിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടും ഇല്ല. പിന്നെ ദാ നമ്മളുടെ ഈ സാമ്പാർ പരിപ്പാണ്, അത് 5-6 ഇടാം. പരിപ്പ് മൂപ്പിച്ചിട്ടില്ല പിന്നെ എന്തൊരു ഗുണം. എനിക്കാണെങ്കിൽ നല്ലതായിട്ട് ഈ അവല് വിളയിച്ചതിന് പരിപ്പ് കഴിക്കണം. പൊട്ടുപരിപ്പിനേക്കാളും എനിക്കിഷ്ടം ഈ കറിപ്പരിപ്പാണ് കേട്ടോ. പക്ഷെ പല്ല് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതും കുറച്ചിട്ടേ. ഇട്ട് കൊടുക്കാം. അരമുറി കഷ്ടിയേ ഉള്ളായിരുന്നു. തേങ്ങ തീർന്നിനി വാങ്ങിക്കണം. എന്നാലും കുഴപ്പമില്ല. ഇനി കുറച്ച് പൊടിച്ച് വെച്ച
ഏലക്ക ആക്കിയില്ലേ അതിട്ട്. ഇനി നമുക്ക് പാനി അടിച്ച് വയ്ക്കാവേ. തീ കുറച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചതിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. പാനിയൊക്കെ ഒഴിച്ച് എല്ലാം നല്ല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് പാനി ഒന്ന് കട്ടിയൊക്കെ വരുമ്പോൾ നമ്മുടെ അവൽ വറുത്ത് വെച്ചിരിക്കുന്ന അവലെടുത്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇളക്കാം കേട്ടോ. വെന്ത് പോകാതെ അത് കിരികിരാന്നിരിക്കണമല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂപ്പർ അടിപൊളി അവൽ വിളയിച്ചത് റെഡിയായി. അപാര ടേസ്റ്റ് കേട്ടോ. നമ്മളുടെ നാട്ടിലെ ആ വിടർന്നിരിക്കുന്ന അവലിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ടോ? കണ്ടോ? ഈ ശർക്കരയ്ക്ക് ഭയങ്കര മധുരമൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ശർക്കരയല്ല ഈ നാട്ടിലെ. ഭയങ്കര നമ്മുടെ അവിടുത്തെ കറുത്ത കളറിലെ ശർക്കരയല്ല, ഒരു ന്യായമായ ബ്രൗൺ കളർ. ഭയങ്കര അന്യായ മധുരവും ഇല്ല കേട്ടോ. ഞാൻ ഒരു സ്പൂണിട്ട് ഇച്ചിരി എടുത്ത് കഴിച്ച് നോക്കട്ടെ. ശകലം ഒന്ന് നുള്ളി എടുത്ത് നോക്കി. ഒരു നട്ട്സ് കൂടെ കൂട്ടി. ചൂടാണോ? നട്ട്സ്, പരിപ്പ്, എള്ള് എല്ലാം കൂടെ കഴിച്ച് നോക്കാം. പൊള്ളുവോ? വാവ്, സൂപ്പർ. മോനും ഹസ്ബൻഡിനും കൊടുത്തു വിടണം. ഇവിടുത്തെ കൊച്ചിയർക്കൻ ഇതൊന്നും കഴിക്കുകയില്ല. എൻ്റെ ഹസ്ബൻഡ് ഇതിനകത്ത് തലയിട്ടിരുന്നോളും. ഭയങ്കര ഇഷ്ടമാണ്. ഇത് മേടിക്കുന്ന പോലെയല്ല, നല്ല ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് വിളഞ്ഞു വന്ന് വെള്ളം നല്ലതായിട്ട് ഇങ്ങനെ പറയുന്നതെന്നീ പറയാം, വിളയിച്ചു വന്നു. സൂപ്പർ. ഓ, അപാരം. ഞാൻ പോയി ഇനിയിപ്പോൾ ഇച്ചിരി തീ ഓഫ് ചെയ്ത് കേട്ടോ. ഇച്ചിരി എടുത്തെടുത്ത് കഴിക്കട്ടെ. ഒരു ബൗളിനകത്തെടുത്ത് കഴിക്കട്ടെ. സൂപ്പർ. അടിപൊളി. ആറിയിട്ട് നന്നായിട്ട് ആറിയിട്ട് വൈകിട്ട് സിപ്പ് ബാഗിലെടുത്ത് ഫ്രീസറിൽ വെക്കണം. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് കൊടുത്തു വിടാം. സൂപ്പർ. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. അതെന്നെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.